നവരാഗ വർണ്ണത്തിൻ്റെ അവസാനത്തെ ചരണസ്വരത്തിൻ്റെ, അതായത് ശ്രീരാഗത്തിലുള്ള 4 താളവട്ടം ചരണസ്വരങ്ങളിൽ 2 എണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി അവസാനത്തെ 2 താളവട്ടം ഇപ്പോൾ പഠിക്കും. 2ാമത്തെ താളവട്ടം നമ്മൾ വായിച്ച് നിർത്തിയത് നിഷാദത്തിലാണ്. സരി മപ നീ എന്നാണ്. ആ നീന്ന് പാലേക്ക് വന്നിട്ടാണ് 3ാമത്തെ താളവട്ടം തുടങ്ങുന്നത്. സരി മപ നീ എന്ന് വായിച്ച് നിർത്തി. ഇതുവരെയാണ് 2ാമത്തെ താളവട്ടം. 3ാമത്തെ താളവട്ടം പനി സരി രി, പനി സരി രി, പിന്നെ ആ റീന്ന് നീ സരി ഗ ഗരി സ, പനി സരി രി നീ സരി ഗ ഗരി സ, പിന്നെ നീ സ. അത്രയും ഭാഗമാണ് ലഘു. പനി സരി രി നീ സരി ഗ ഗരി സ നീ സ, പിന്നെ അസായിന്ന് പോണം. ഗരി ഗ സരി, ഗരി ഗ സരി, പിന്നെ രി സരി നീ സ, ഗരി ഗ സരി രി സരി നീ സ, പിന്നെ അവിടുന്ന് പനി സരി പനി സരി ഗരി ഗ സരി രി സരി നീ സ, പനി സരി. മൂന്നാമത്തെ താളവട്ടം പനി സരി രി മുതൽ തുടങ്ങും. അത് നീന്ന് പാലേക്ക് പോകണം. പനി സരി രി നീ സരി ഗ ഗരി സ നീ സ, ഗരി ഗ സരി രി സരി നീ സ, പനി സരി. ഇതാണ് 3ാമത്തെ താളവട്ടം. നാലാമത്തെ താളവട്ടം നിഷാദത്തിലാണ് തുടങ്ങുന്നത്. നമ്മളിപ്പോൾ നിർത്തിയ റീ എന്ന് നീലേക്ക് വരണം. നീ ഗ ഗരി സ, അവിടുന്ന് നീ രി രി സ നീ,
ga ga re sa ni re re sa ni. ഒന്നുകൂടി. ni ga ga re sa ni re re sa ni pa da ni pa ma ni ന്ന് pa. re ga re sa pa da ni pa ma re ga re sa. പിന്നെ ഗരി സനി പ പായിന്ന് റീയിലേക്ക് പോയിട്ട് അവിടെ ഗാ തള്ളണം. ഗരി സനി പ റീ സനി പ മ പായിന്ന് റീ. ഗരി സനി പ റീ സനി പ മ. പിന്നെ ചരണസാഹിത്യം പാദാസ നീ നിതപ്പ വായിക്കണം. അവസാനത്തെ താളവട്ടം തുടങ്ങുന്നത് നിഗാ ഗരിസ എന്നാണ്. അത് മൂന്നാമത്തെ താളവട്ടം വായിച്ച് നിർത്തിയ ഋഷഭത്തിൽ നിന്ന് വരണം. മൂന്നാമത്തെ താളവട്ടവും നാലാമത്തെ താളവട്ടവും ഒന്നുകൂടി വായിക്കാം. ഇതൊരു കൺഫ്യൂഷനൊന്നുമില്ലാതെ ക്ലിയറായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് വായിക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ശ്രീരാഗം പോലത്തെ രാഗങ്ങൾ വായിക്കുമ്പോൾ, യദുകുല കാമ്പോജി, ശ്രീരാഗം ഇതുപോലത്തെ രാഗങ്ങൾ വായിക്കുമ്പോൾ വളരെ ക്ലിയറായിട്ട് എല്ലാം കാര്യങ്ങളും മനസ്സിലാക്കി സ്വരങ്ങളെല്ലാം അതുപോലെ തന്നെ വായിക്കണം. എന്നാലേ ആ രാഗഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ താളവട്ടം തുടങ്ങുന്നത് പാനി സരി രി അവിടെ നിന്നാണ്. പാനി സരി രി നീ സരി ഗ ഗരി സ നീ സ ഗരി ഗ സ രി രി സ രി നീ സ പാനി സരി നീ ഗ ഗരി സ നീ രി രി സ നീ പ ദ നീ പ മ രി ഗ രി സ ഗരി സ നീ പ രി സ നീ പ മ പ ദ സ. നാല് താളവട്ടം ശ്രീരാഗത്തിനുള്ള നാലാമത്തെയും അവസാനത്തെ ചരണസ്വരം ഒന്നിച്ച് വായിക്കാം. ആദ്യം ചരണസാഹിത്യം വായിച്ചിട്ട് പിന്നെ ശ്രീരാഗത്തിലുള്ള 4 താളവട്ടം വായിക്കാം.
ഇതാണ് നവരാഗമാലിക വർണ്ണം. 9 രാഗങ്ങളും ഓരോ രാഗവും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വായിച്ച് പഠിക്കണം. കൃത്യമായിട്ട് രാഗഭാവവും ആ സ്വരങ്ങൾ വായിക്കുന്ന രീതിയും നല്ലോണം മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഇതുപോലത്തെ വർണ്ണങ്ങൾ വായിക്കാൻ. ഒരു രാഗത്തിൽ നിന്ന് വേറെ രാഗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഷിഫ്റ്റ് ചെയ്ത് വായിച്ച് പോകണം. ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. എന്നാലും അത് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സന്തോഷം കിട്ടും. ആ സന്തോഷം എല്ലാവരും അനുഭവിക്കട്ടെ.